നമസ്കാരം. ഇടയ്ക്കിടെ നമ്മുടെ ജനാധിപത്യ അവകാശം ഉപയോഗപ്പെടുത്തി നമ്മളിൽ തന്നെയുള്ള ചിലരെയൊക്കെ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അവരിൽ ചിലരെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണമേൽപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ നമ്മളടക്കമുള്ള മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാനാണ്. അല്ലാതെ അവരെ കൊള്ളയടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ ചട്ടം കെട്ടി അവർക്ക് ഓശാന പാടി ഈ ജനങ്ങളെ കൊള്ളയടിച്ച് ആ മുതൽ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ തോന്നിപ്പോവാണ്. ഭാരത് മാതാ കീ ജയ് എന്ന വിളി കേൾക്കാൻ നല്ല സുഖമാണ്, ആത്മാഭിമാനമാണ്. നമ്മുടെ ഭാരത മാതാവ് എന്ന സങ്കല്പത്തെ, ആ ഭാരത മാതാവ് വിജയിക്കട്ടെ എന്ന് ഓരോ ഇന്ത്യൻ പൗരനും, അത് ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, അവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഭാരതമാതാ കീ ജയ് വിളികളോടെ രാജ്യം മുഴുവൻ E20 പെട്രോളിന്റെ ഗുണഗണങ്ങൾ പാടി പുകഴ്ത്തുകയാണ് ഭരണകൂടവും അതിന്റെ വീട് പണിക്കാരായിട്ടുള്ള മാധ്യമങ്ങളും. പരിസ്ഥിതി സംരക്ഷണം, വിദേശ നാണയം ലാഭിക്കല്, കർഷകക്ഷേമം എന്നൊക്കെ കേൾക്കാൻ സുഖമുള്ള വായ്ത്താരികൾക്ക് പിന്നീട് ഒളിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വാഹന ഉടമകളെ ഒന്നടങ്കം കൊള്ളയടിക്കാനുള്ള വൻ കോർപ്പറേറ്റ് അജണ്ടയാണ്. യാഥാർത്ഥ്യം E20 അഥവാ 20% എഥനോൾ ചേർത്ത പെട്രോൾ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ വാഹനം അതിവേഗം കേടുവരുത്തി അവനെ വഴിയാധാരമാക്കുന്നു എന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, കേവലം 15,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു സ്കൂട്ടർ, സാധാരണഗതിയിൽ എത്ര കൊല്ലം ഓടിയാലും കേടുവരാത്ത പെട്രോൾ ടാങ്കുകളൊക്കെ അതിനെല്ലാം ഒരു 15,000 കിലോമീറ്റർ ഓടിയപ്പോൾ തുരുമ്പിച്ച് വാഹനത്തിന്റെ ഭാഗങ്ങൾ, അതായത് പെട്രോൾ സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളും തുരുമ്പിച്ചു പോയത് വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ E20 പെട്രോൾ എന്നത് അത്ര സുഖകരമായ ഒരു സാധനമല്ല എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം E20 പെട്രോളിന് അനുയോജ്യമായ വിധത്തിൽ ഇറങ്ങാത്ത വാഹനങ്ങൾ, പഴയ വാഹനങ്ങളൊക്കെ ഇപ്പൊ 2023 ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങൾ പുക ടെസ്റ്റ് നടത്തിയാൽ കിട്ടില്ല. കാരണം ആ നിലയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ശരിയായ പെട്രോൾ ഉപയോഗത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആ വാഹനത്തിൽ E20 പെട്രോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വാഹനം കേടുവരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെല്ലാം പുറമേണ്ടത് ഇപ്പോൾ E85 എന്ന് പറയുന്ന 85% എഥനോളുള്ള പെട്രോൾ ഇപ്പൊ അടുത്ത ഇരുട്ടടിയും കൊണ്ട് വന്നിരിക്കുന്നത്. പരിസ്ഥിതിയുടെ പേരിൽ നടക്കുന്ന കോർപ്പറേറ്റ് തീവെട്ടിക്കൊള്ള അതുകൊണ്ട് തന്നെ ഒന്ന് സംസാരിച്ചേ പറ്റൂ. എന്താണ് എഥനോൾ ബ്ലെൻഡിങ്ങിന്റെ സത്യാവസ്ഥ? എത്ര പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? പെട്രോളിൽ എഥനോൾ കലർത്തുമ്പോൾ അതിന്റെ ഉൽപാദന ചെലവ് പകുതിയായി കുറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ലിറ്ററിന് 100 രൂപയ്ക്ക് മുകളിൽ കൊടുത്തു തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ ഈ പഞ്ചസാര വെള്ളം ചേർത്തിട്ടുള്ള പെട്രോൾ വാങ്ങുന്നത്. കൊള്ള ലാഭമാണ്. ആ ലാഭം മുഴുവൻ പോകുന്നത് ആരുടെ പോക്കറ്റിലേക്കാണ് എന്നതുകൂടി നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ വൻകിട എഥനോൾ ലോബികളുടെയും പഞ്ചസാര മിൽ മുതലാളിമാരുടെയും ഒക്കെ പെട്ടിയിലേക്കാണ്. അത്തരം മുതലാളിമാരിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ മുതലാളി എന്ന് ജനം ചിന്തിക്കേണ്ട കാര്യവുമുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ, ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വൻകിട പഞ്ചസാര മില്ലുകൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിലുണ്ട്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കർഷക വോട്ടുകളെ സ്വാധീനിക്കാൻ പഞ്ചസാര മില്ലുടമകളെ പ്രീതിപ്പെടുത്തേണ്ടത് ആർക്കാണ് എന്ന് ഇന്ത്യൻ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും പ്രതിപക്ഷത്തുള്ള ചില പ്രാദേശിക കക്ഷികൾക്കും ഈ ഷുഗർ ലോബിയെ പിണക്കാൻ കഴിയില്ല. കോർപ്പറേറ്റ് സൗഹൃദ നയങ്ങൾ നടപ്പിലാക്കി വൻകിട മുതലാളിമാരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ വാങ്ങിക്കൂട്ടാൻ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ള ശാപമാണ് E20 എന്ന പെട്രോൾ, അല്ലെങ്കിൽ E20 എന്ന ഇന്ധനമെന്ന് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ് എഥനോൾ വണ്ടികൾക്ക് ദോഷം ചെയ്യുന്നത്? എഥനോളിന് പ്രകൃതിയാ തന്നെ വെള്ളത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ഇന്ധന ടാങ്കിലും എഞ്ചിൻ ഭാഗങ്ങളിലുമൊക്കെ അതിവേഗം തുരുമ്പ് കയറ്റുന്നുണ്ട്. ബൈക്കുകളുടെയും കാറുകളുടെയും കാർബറേറ്ററുകളും ഫ്യൂവൽ ഇഞ്ചക്ടറുകളും പൈപ്പുകളും ഒക്കെ ഈ ഇന്ധനം കാരണം അതിവേഗം ദ്രവിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ഘട്ടം കൂടി ചിന്തിക്കണം. വാഹന നിർമ്മാതാക്കളും ഈ ഭരണകൂടവും ഒത്തുകളിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ 90%-ലധികം ആളുകൾ ഉപയോഗിക്കുന്നത് പഴയ വാഹനം, അതായത് E20 അനുയോജ്യമല്ലാത്തുള്ള വാഹനങ്ങളാ. ആ വാഹനങ്ങളിലേക്ക് ഈ ഇന്ധനം അടിക്കുന്നതോടെ വണ്ടികളുടെ ആയുസ് പകുതിയായി കുറയും, മൈലേജ് കുത്തനെ ഇടിയും. സാധാരണക്കാരൻ വിയർപ്പൊഴുക്കി വാങ്ങിയ വണ്ടി വഴിയിൽ കിടക്കുമ്പോൾ ചിരിക്കുന്നത് ആരാണ് എന്നുകൂടി നമ്മൾ നോക്കണം. ഇന്ത്യയിലെ വൻകിട വാഹന നിർമ്മാതാക്കൾ ആഞ്ഞു ചിരിക്കുന്നത് നമ്മൾ കാണണം. പഴയ വണ്ടികൾ നശിക്കുമ്പോൾ ജനങ്ങൾ പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടികൾ വാങ്ങാൻ നിർബന്ധിതരാകും. കോർപ്പറേറ്റുകൾക്ക് പുതിയ വണ്ടികൾ വിറ്റ് ലാഭം കൊയ്യാൻ ഭരണകൂടം തന്നെ വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നു എന്ന് ഇതിൽ പരം തെളിവ് വേറെ വേണ്ട. ഇതിലും വലിയൊരു ജനദ്രോഹ നടപടി വേറെ ഏതാണുള്ളത്? ഒരു വശത്ത് വണ്ടികളുടെ ആയുസ് കുറച്ച് കമ്പനികൾക്ക് ലാഭമുണ്ടാക്കുന്നു, മറുവശത്ത് ഇന്ധനവില കുറയ്ക്കാതെ തന്നെ ജനങ്ങളെ പിഴിയുന്നു. ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ എവിടെയൊക്കെയോ വന്നു തുടങ്ങി എന്ന് പറയുന്ന E85ന്റെ പുതിയ കെണിതം നോക്കാം. E20 കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ തീരുന്നതിന് മുമ്പാണ് E85 എന്ന പേരിൽ 85% എഥനോൾ ചേർത്തിട്ടുള്ള ഇന്ധനം വിപണിയിലെത്തിക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം തിടുക്കം കൂട്ടുന്നത്. ഇത് ഇന്ത്യയിലെ വാഹന ഉടമകൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാൻ പോകുന്നില്ല. E85 ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ പൂർണ്ണമായും മാറ്റിവെക്കണം.
അല്ലാത്ത പക്ഷം വണ്ടി കത്തിപ്പോവുകയോ എഞ്ചിൻ സീസാവുകയോ ചെയ്യും. E20 പെട്രോൾ വന്നതിന് ശേഷം കാറുകൾ വഴിയിൽ കത്തുന്നതും ജീവഹാനിയും നിത്യസംഭവമാണ്. അത് വാർത്തകൾ ചാനലുകളിൽ പത്രങ്ങളിലൊക്കെ നിത്യവാർത്തയാണ്. ഇന്ത്യയിൽ അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളെ ഇന്ത്യ മാതൃകയാക്കുന്നു എന്നാണ് നമ്മുടെ ഭരണാധികാരികൾ വിളിച്ചു പറയുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്കാണ് അവർ ഇന്ധനം നൽകുന്നത് എന്ന കാര്യം ബോധപൂർവം അവിടെ മറച്ചു വെക്കുന്നുണ്ട്. ഇത് കേവലം സാങ്കേതികമായിട്ടുള്ള ഒരു മാറ്റമൊന്നുമല്ല, മറിച്ച് തികച്ചും രാഷ്ട്രീയവും കോർപ്പറേറ്റ് താല്പര്യങ്ങളും മുൻനിർത്തിയിട്ടുള്ള ജനവഞ്ചനയാണ്. ഹരിത ഇന്ധനം, മലിനീകരണ നിയന്ത്രണം എന്നൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ലേബലൊട്ടിച്ച് സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന ഈ നയത്തിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ വാഹന ഉടമകളും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ നിശബ്ദതയെ ഭരണാധികാരികൾ തങ്ങളുടെ അഴിമതിക്കുള്ള ലൈസൻസായാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വാഹനങ്ങൾ വഴിയിൽ കിടക്കുന്നതും അകാലത്തിലത് നശിച്ചു പോകുന്നതും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കത്തിയമർന്ന് അതിലുള്ള ജീവനുകൾ നശിക്കുന്നതും ഒന്നും ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിനോ ഈ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കോ ഒരു നഷ്ടവും വരുത്തുന്നില്ല. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ആ കസേരയിൽ കയറ്റി ഇരുത്തിയിട്ടുള്ള, വിശ്വസിച്ച് അവിടെ ഭരണമേൽപ്പിച്ചിട്ടുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വോട്ടർമാർ തന്നെയാണ്, അല്ലെങ്കിൽ വോട്ടർമാർ മാത്രമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.